സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ആൻഡൺ ചെക്കോവിൻ്റെ ഗൂസ്ബെറീസ് എന്ന കഥയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കഥ വിശദീകരിച്ചതിനു ശേഷം പാഠത്തിലേക്ക് കടക്കുന്നതാണ്. ഈ കഥയുടെ പ്രധാന സവിശേഷത എന്നത് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്നതാണ്. അതായത് ഒരു കഥ വിശദീകരിക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു കഥ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ക്യാരക്ടേഴ്സാണ് അലിയോക്കിൻ, ബൂർക്കിൻ, ഇവാൻ ഇവാനിച്ച്, നിക്കോളായ് ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ചാണ് ഈ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ, കേന്ദ്ര കഥാപാത്രം. ഇവാൻ ഇവാനിച്ച് ഒരു വെറ്ററിനറി സർജനാണ്, മൃഗഡോക്ടറാണ്. അതോടൊപ്പം ഇവാൻ ഇവാനിച്ചിൻ്റെ അടുത്ത സുഹൃത്തായ ബൂർക്കിൻ ഒരു സ്കൂൾ മാസ്റ്ററാണ്. ഇനി കഥയിലേക്ക് കടക്കുകയാണ്. ഇവാൻ ഇവാനിച്ചും ബൂർക്കിനും നീണ്ടു നിവർന്നു കിടക്കുന്ന പാടത്തിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് അവർ വല്ലാതെ ക്ഷീണിച്ചുപോയി. ആ പാടത്തിന് അവസാനമില്ലെന്ന് പോലും അവർക്ക് തോന്നി. അങ്ങനെ കുറച്ചു ദൂരെ എത്തിയപ്പോൾ ബൂർക്കിൻ ഇവാൻ ഇവാനിച്ചിനോട് പറഞ്ഞു, കഴിഞ്ഞ തവണ നമ്മൾ പ്രൊക്കോഫിയുടെ ഷെഡിൽ നിന്നപ്പോൾ നീ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അന്നേരം ഇവാൻ ഇവാനിച്ച് മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഒരു കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതെൻ്റെ സഹോദരനെ പറ്റിയുള്ള കഥയാണ്. കഥ പറയുന്നതിനു മുമ്പായി ഇവാൻ ഇവാനിച്ച് ദീർഘശ്വാസം വലിച്ച് പുകക്കുഴൽ കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവാൻ ഇവാനിച്ച് കഥ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മഴ നന്നായി പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ പാടത്തിന് അടുത്തായിരുന്നു അലിയോക്കിൻ എന്ന അവരുടെ സുഹൃത്ത് ജീവിച്ചിരുന്നത്. അവിടെ അയാൾക്ക് ഒരു മില്ലും ഒരു വെളുത്ത കുളിപ്പുരയും ഉണ്ടായിരുന്നു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഒരു കുറുക്ക് വഴിയിലൂടെ, ഷോർട്ട് കട്ടിലൂടെ അലിയോക്കിനിൻ്റെ മില്ലിലെത്തി. മഴ കാരണം അവർ ഇരുവരും മുഴുവനായും നനയുകയും ശരീരത്തിലാകെ ചെളിപുരളുകയും ചെയ്തിരുന്നു. മില്ലിൽ കയറിയ ഉടനെ തന്നെ അവർ അലിയോക്കിനെ കണ്ടുമുട്ടി. 40 വയസ്സ് പ്രായമുള്ള നീണ്ട മുടിയും നല്ല പൊക്കവുമുള്ള കർഷകനായിരുന്നു അലിയോക്കിൻ. ഒറ്റനോട്ടത്തിൽ അയാളൊരു പ്രൊഫസറോ അല്ലെങ്കിൽ പെയിൻറ്ററോ ആണെന്ന് തോന്നും. ഇവാൻ ഇവാനിച്ചിനെയും ബൂർക്കിനെയും കണ്ടതിൽ അലിയോക്കിൻ വല്ലാതെ സന്തോഷിച്ചു. ശേഷം അലിയോക്കിൻ അവരെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അലിയോക്കിൻ പറഞ്ഞു, വസന്തകാലത്തിന് ശേഷം ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുളിപ്പുരയിലേക്ക് പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാം. ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഈ മുറിയിൽ ഇരിക്കുക. അന്നേരം ഇവാൻ ഇവാനിച്ചും ബൂർക്കിനും കുളിപ്പുരയിലേക്ക് പോകാൻ താൽപ്പര്യം കാണിച്ചു. അങ്ങനെ അലിയോക്കിൻ അവരെയും ഒപ്പം കൂട്ടി കുളിപ്പുരയിലേക്ക് പോയി. അലിയോക്കിനും അയാളുടെ പിതാവും ചേർന്നാണ് ആ കുളിപ്പുരയുണ്ടാക്കിയത്. പക്ഷേ അലിയോക്കിനിന് കുളിക്കാൻ സമയം ലഭിച്ചിരുന്നില്ല. അലിയോക്കിൻ പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് തൻ്റെ മുടിയും തലയും കഴുകി വൃത്തിയാക്കി. അലിയോക്കിനിൻ്റെ തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം ബ്രൗൺ നിറമായി, തവിട്ട് നിറമായി മാറിയിരുന്നു. ശേഷം ഇവാൻ ഇവാനിച്ച് അതിയായ താൽപ്പര്യത്തോടെ, സന്തോഷത്തോടെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അധികനേരം അയാൾ വെള്ളത്തിൽ നീന്തി കുളിച്ചു. ബൂർക്കിനും അലിയോക്കിനും കുളിച്ച് വസ്ത്രം മാറിയിട്ട് പോകാനിരിക്കുന്ന സമയത്തും ഇവാൻ ഇവാനിച്ച് കുളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് വൃത്തിയായതിനു ശേഷം അവരെല്ലാവരും ഒരുമിച്ച് അലിയോക്കിനിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ സമയത്ത് ഇവാൻ ഇവാനിച്ച് തൻ്റെ സഹോദരനെ പറ്റിയുള്ള കഥ പറയാൻ തുടങ്ങി. ഇനി ഈ കഥയുടെ ബാക്കി അടുത്ത ക്ലാസ്സിലൂടെ വിവരിക്കുന്നതാണ്. എല്ലാവരും പാഠം അർത്ഥം വെക്കുന്നത് നന്നായി ശ്രദ്ധിക്കുക. ചെക്കോവ്സ് ഗൂസ്ബെറീസ് ഈസ് എ സ്റ്റോറി ഓഫ് 2 brothers who pursue happiness in their own ways. സ്വന്തം വഴികളിലൂടെ, സ്വന്തം മാർഗങ്ങളിലൂടെ സന്തോഷത്തെ പിന്തുടരുന്ന 2 സഹോദരന്മാരുടെ കഥയാണ് ആൻഡൺ ചെക്കോവിൻ്റെ ഗൂസ്ബെറീസ് എന്നത്. The story provides ample opportunities to examine critically the ways they have chosen. ഗൂസ്ബെറീസ് എന്ന കഥ 2 സഹോദരന്മാർ തിരഞ്ഞെടുത്ത വഴികളെ വിമർശന ബുദ്ധിയോടെ പരിശോധിക്കാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്. അവർ തിരഞ്ഞെടുത്തത് ശരിയാണോ, അല്ലെങ്കിൽ ഏതാണ് നല്ല വഴി എന്നൊക്കെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. The extent to which they attain their goals is also worth considering. അവർ എത്രത്തോളം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു എന്നതും ഈ കഥയിലൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി ഈ പാഠത്തിൻ്റെ ഹെഡിങ് ശ്രദ്ധിക്കുക. ഗൂസ്ബെറീസ്, നെല്ലിക്ക. ഫ്രം ഏർലി മോർണിംഗ് ദ സ്കൈ ഹാഡ് ബീൻ ഓവർകാസ്റ്റ് വിത്ത് ക്ലൗഡ്സ്. അതിരാവിലെ മുതൽ തന്നെ ആകാശം മേഘാവരണം ചെയ്യപ്പെട്ടതായിരുന്നു, മേഘങ്ങളാൽ മൂടപ്പെട്ടതായിരുന്നു. ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ
മൂടുക എന്നാണ്. ഓവർകാസ്റ്റിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഓവർകാസ്റ്റ് എന്ന് തന്നെയാണ്. ദ ഡേ വാസ് സ്റ്റിൽ കൂൾ ആൻഡ് വിയറിസം ആസ് യൂഷ്വൽ ഓൺ ഗ്രേഡൽ ഡേയ്സ്. മങ്ങിയ ദിവസങ്ങളിലെ പതിവ് പോലെ, മങ്ങിയ ദിവസങ്ങളിൽ സാധാരണ ഉണ്ടാവുന്നത് പോലെ അന്നേ ദിവസം വളരെ ശാന്തവും തണുത്തതുമായിരുന്നു. അതോടൊപ്പം നല്ല ക്ഷീണം തോന്നിപ്പിക്കുന്നതുമായിരുന്നു. സ്റ്റിൽ എന്നതിൻ്റെ അർത്ഥം ശാന്തമായത്, കൂൾ എന്നാൽ തണുപ്പുണ്ടാക്കുന്നത്, അതോടൊപ്പം വിയറിസം എന്നാൽ ക്ഷീണിപ്പിക്കുന്ന, മടുപ്പ് തോന്നിപ്പിക്കുന്ന എന്നാണ്. വെൻ ദ ക്ലൗഡ്സ് ഹാങ് ലോ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് റെയിൻ. പാടങ്ങൾക്ക് മുകളിലൂടെ മേഘങ്ങൾ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. വിച്ച് നെവർ കംസ്. പക്ഷേ മഴ ഒരിക്കലും പെയ്യില്ല. ഇവാൻ ഇവാനിച്ച്, ദ വെറ്ററിനറി സർജൻ ആൻഡ് ബൂർക്കിൻ ദ സ്കൂൾ മാസ്റ്റർ വെയർ ടയേർഡ് ഓഫ് വാക്കിംഗ്. വെറ്ററിനറി സർജനായ ഇവാൻ ഇവാനിച്ചും സ്കൂൾ മാസ്റ്ററായ ബൂർക്കിനും നടന്ന് വല്ലാതെ ക്ഷീണിച്ചുപോയി. വെറ്ററിനറി സർജൻ എന്ന് പറഞ്ഞാൽ മൃഗഡോക്ടർ എന്നാണ്. ആൻഡ് ദ ഫീൽഡ്സ് സീമഡ് എൻലെസ് ടു ദം. പാടങ്ങൾ, വയലുകൾ അവർക്ക് അനന്തമായിട്ട് നീണ്ടു നിവർന്നു കിടക്കുന്നതായിട്ട് തോന്നി. ഫാർ അഹെഡ് ദേ കുഡ് ജസ്റ്റ് സീ ദ വിൻഡ് മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് മിറോസ്കി. അവർക്ക് വളരെ ദൂരെയായി മിറോസ്കി ഗ്രാമത്തിലെ കാറ്റാടിയന്ത്രങ്ങൾ കാണാൻ സാധിച്ചു. ഇൻ ദ കാം വെദർ, ശാന്തമായ കാലാവസ്ഥയിൽ, വെൻ ഓൾ നാച്ചർ സീമഡ് ജെന്റിൽ ആൻഡ് മെലങ്കളിക്, പ്രകൃതി പൂർണ്ണമായും ശാന്തമായിട്ടും ദുഃഖസാന്ദ്രമായിട്ടും തോന്നിയപ്പോൾ, അതായത് ശാന്തമായ ദുഃഖം നിറഞ്ഞൊരു കാലാവസ്ഥയിൽ, ജെന്റിൽ എന്നാൽ ശാന്തമായ, മെലങ്കളിക് എന്ന് പറഞ്ഞാൽ ദുഃഖം നിറഞ്ഞ, ദുഃഖസാന്ദ്രമായ. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബൂർക്കിൻ വെയർ ഫില്ലഡ് വിത്ത് ലവ് ഫോർ ദ ഫീൽഡ്സ്. ഇവാൻ ഇവാനിച്ചിനും ബൂർക്കിനും പാടങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. അവരുടെ ഹൃദയങ്ങളിൽ പാടങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞു. ആൻഡ് തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. അതോടൊപ്പം ഈ ഗ്രാമപ്രദേശം എത്ര ഗംഭീരവും മനോഹരവുമാണെന്ന് അവർ ചിന്തിച്ചു. ലാസ്റ്റ് ടൈം വെൻ വി സ്റ്റോപ്പ്ഡ് ഇൻ പ്രൊക്കോഫീസ് ഷെഡ് സെഡ് ബൂർക്കിൻ, യു വെയർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി. അന്നേരം ബൂർക്കിൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞങ്ങൾ പ്രൊക്കോഫിയുടെ ഷെഡിൽ നിന്നപ്പോൾ നീ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അന്നേരം ഇവാൻ ഇവാനിച്ച് പറഞ്ഞു, യെസ്, ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. അതെ, ഞാനൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സഹോദരനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇവാൻ ഇവാനിച്ച് ടുക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ലൈറ്റഡ് ഹിസ് പൈപ്പ് ബിഫോർ ബിഗിനിങ് ഹിസ് സ്റ്റോറി. കഥ തുടങ്ങുന്നതിനു മുമ്പ് ഇവാൻ ഇവാനിച്ച് ഒരു ദീർഘശ്വാസം വലിച്ച് പുകവലിക്കാനുള്ള കുഴൽ കത്തിച്ചു. ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം. അവസാനം ഈ ഇല്ലാത്തതിനെ ബ്രെത്ത് എന്നാണ് വായിക്കേണ്ടത്, അത് നൗണാണ്. ഇനി അവസാനം ഈ ഉണ്ടെങ്കിൽ അത് ബ്രീത്ത് എന്നാണ്, അത് വെർബാണ്. ഓക്കെ. ഇനി പൈപ്പ് എന്ന് പറഞ്ഞാൽ പുകവലിക്കാനുള്ള ഉപകരണമാണ്. ബട്ട് ജസ്റ്റ് ദെൻ ദ റെയിൻ ബിഗാൻ ടു ഫാൾ. എന്നാൽ കഥ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആൻഡ് ഇൻ അബൌട്ട് 5 minutes ഇറ്റ് കെയിം പെൽട്ടിംഗ് ഡൗൺ. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. പെൽട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫാൾ ക്വിക്ക്ലി ആൻഡ് വെരി ഹെവിലി, പെട്ടെന്ന് അതിശക്തമായി പെയ്യുക, അതിശക്തമായി വീഴുക എന്നാണ്. ആൻഡ് ഷോഡ് നോ സൈൻസ് ഓഫ് സ്റ്റോപ്പിംഗ്. അതോടൊപ്പം മഴ നിൽക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണിച്ചിരുന്നില്ല. വി ഓട്ട് ടു ടേക്ക് ഷെൽട്ടർ സെഡ് ബൂർക്കിൻ. അന്നേരം ബൂർക്കിൻ പറഞ്ഞു, നമുക്ക് മഴയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരിടം കണ്ടെത്തേണ്ടതുണ്ട്, ഒരു ഷെൽട്ടർ കണ്ടെത്തേണ്ടതുണ്ട്. ലെറ്റസ് ഗോ ടു അലിയോക്കിൻസ്, ഇറ്റ് ഈസ് ക്ലോസ് ബൈ. നമുക്ക് തൊട്ടടുത്തുള്ള അലിയോക്കിനിൻ്റെ അടുത്തേക്ക് പോകാം. അന്നേരം ഇവാൻ ഇവാനിച്ച് പറഞ്ഞു, വെരി വെൽ, ശരി, നമുക്ക് അലിയോക്കിനിൻ്റെ അടുത്തേക്ക് പോകാം. ദേ ടുക്ക് എ ഷോർട്ട് കട്ട് ഓവർ എ സ്റ്റബിൾ ഫീൽഡ് അൺടിൽ ദേ കെയിം ടു ദ റോഡ്. അവർ റോഡിലേക്ക് എത്തുന്നത് വരെ ചെടികളുടെ കുറ്റികൾ നിറഞ്ഞ വയലിലൂടെ ഒരു ഷോർട്ട് കട്ട് പിടിച്ചു, ഒരു കുറുക്കു വഴി പിടിച്ചു. സ്റ്റബിൾ എന്നാൽ ധാന്യങ്ങൾ കൊയ്തതിന് ശേഷം ബാക്കിയാകുന്ന കുറ്റി എന്നാണ്. സ്റ്റബിൾ ഫീൽഡ് എന്നാൽ കുറ്റികൾ നിറഞ്ഞ പാടമെന്നാണ്. സൂൺ ദേ കെയിം ടു എ വൈഡ് റോഡ് വിത്ത് എ മിൽ ആൻഡ് എ വൈറ്റ് ബാത്തിങ് ഷെഡ്. താമസിയാതെ അവർ ഒരു മില്ലും വൈറ്റ് ബാത്തിങ് ഷെഡുമുള്ള, വെളുത്ത കുളിപ്പുരയുമുള്ള വിശാലമായ റോഡിലെത്തി. ഇറ്റ് വാസ് സോഫിനോ വെയർ അലിയോക്കിൻ ലിവ്ഡ്. അത് അലിയോക്കിൻ താമസിച്ചിരുന്ന സോഫിനോയായിരുന്നു. ദ മിൽ വാസ് വർക്കിംഗ്
ഡ്രോണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. മഴയുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ഉച്ചത്തിലായി മില്ല് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായിട്ട്, അതായത് ഇവിടെ മില്ലിൻ്റെ ശബ്ദം മഴയുടെ ശബ്ദത്തേക്കാൾ വളരെ ഉച്ചത്തിലായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് വെറ്റ്, മഡ്ഡി ആൻഡ് അൺപ്ലസൻറ്റ്. അത് നനഞ്ഞതും ചെളി നിറഞ്ഞതും സുഖകരമല്ലാത്തതുമായിരുന്നു. ആൻഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് ബൂർക്കിൻ ഫെൽറ്റ് വെറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ ത്രൂ ആൻഡ് ത്രൂ. അതോടൊപ്പം ഇവാൻ ഇവാനിച്ചിനും ബൂർക്കിനും പൂർണ്ണമായി നനഞ്ഞതായും അസ്വസ്ഥമായും തോന്നി. ത്രൂ ആൻഡ് ത്രൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എന്നാണ്. ദെയർ ഫീറ്റ് വെർ ടയേർഡ് വിത്ത് വാക്കിംഗ് ഇൻ ദ മഡ്. അവരുടെ കാലുകൾ ചെളിയിലൂടെ നടന്ന് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ വൺ ഓഫ് ദ ബാൺസ് എ വിന്നോയിങ് മെഷീൻ വാസ് വർക്കിംഗ്, സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. ധാന്യപ്പുരയിൽ ഒരു വിന്നോയിങ് മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വിന്നോയിങ് മെഷീൻ എന്നാൽ ധാന്യങ്ങളുടെ പുറന്തോടുകളും ഉമികളും കാറ്റിലൂടെ പുറന്തള്ളാനുള്ള ഒരു യന്ത്രമാണ്. ആ മെഷീൻ മേഘങ്ങളുടെ അത്ര പൊടിപടലങ്ങളെ പുറന്തള്ളുന്നുണ്ടായിരുന്നു, പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. ഓൺ ദ ട്രഷോൾഡ് സ്റ്റുഡ് അലിയോക്കിൻ ഹിംസെൽഫ്. ഉമ്മറപ്പടിയിൽ അലിയോക്കിൻ നിന്നു. എ മാൻ ഓഫ് എബൌട്ട് 40, ടോൾ ആൻഡ് സ്റ്റൗട്ട് വിത്ത് ലോങ് ഹെയർ. ഏകദേശം 40 വയസ്സും നല്ല ഉയരവും തടിയും നീളമുള്ള മുടിയുമുള്ള ഒരാളായിരുന്നു അലിയോക്കിൻ. സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ തടിച്ച, കൊഴുത്ത എന്നാണ്. മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ ദാൻ എ ഫാമർ. കർഷകനേക്കാളും ഒരു പ്രൊഫസറെ പോലെ അല്ലെങ്കിൽ ചിത്രകാരനെ പോലെ തോന്നിക്കുന്ന ആളായിരുന്നു അലിയോക്കിൻ. ഹി വാസ് വിയറിംഗ് എ ഗ്രൈമി വൈറ്റ് ഷർട്ട് ആൻഡ് റോപ്പ് ബെൽറ്റ് ആൻഡ് പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്. അഴുക്കുള്ള വെളുത്ത കുപ്പായവും റോപ്പ് ബെൽറ്റും ട്രൗസറിന് പകരം പാൻറ്റും അദ്ദേഹം ധരിച്ചിരുന്നു. ഗ്രൈമി എന്ന് പറഞ്ഞാൽ അഴുക്കായ, ചെളിപുരണ്ട എന്നാണ്. ആൻഡ് ഹിസ് ബൂട്ട്സ് വെയർ കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. അതോടൊപ്പം അവൻ്റെ ചെരുപ്പുകൾ ചെളിയും വൈക്കോലുകളും കൊണ്ട് മൂടിയിരുന്നു. സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോല് എന്നാണ്. ഹിസ് നോസ് ആൻഡ് ഐസ് വെയർ ബ്ലാക്ക് വിത്ത് ഡസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മൂക്കും കണ്ണുകളും പൊടികൾ നിറഞ്ഞ് ഇരുണ്ടുപോയിരുന്നു. ഹി റെക്കഗ്നൈസ്ഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് വാസ് അപ്പാരൻ്റ്ലി വെരി പ്ലസഡ്. അദ്ദേഹം ഇവാൻ ഇവാനിച്ചിനെ തിരിച്ചറിയുകയും പ്രത്യക്ഷത്തിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. പ്ലീസ് ജെന്റിൽമാൻ, ഹി സെഡ്, ഗോ ടു ദ ഹൗസ്. അന്നേരം അലിയോക്കിൻ സ്നേഹത്തോടെ മാന്യമായി പറഞ്ഞു, ജെന്റിൽമാൻ, നിങ്ങൾ വീട്ടിലേക്ക് പോകുക. ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. ഞാൻ 1 മിനിറ്റിനുള്ളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ദ ഹൗസ് വാസ് ലാർജ് ആൻഡ് 2 സ്റ്റോറീഡ്. ആ വീട് വളരെ വലുതും 2 നിലകളുള്ളതുമായിരുന്നു. അലിയോക്കിൻ ലിവ്ഡ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ 2 വോൾട്ടഡ് റൂംസ് വിത്ത് ലിറ്റിൽ വിൻഡോസ്. വീടിൻ്റെ താഴെത്തട്ടിൽ ചെറിയ ജനാലകളുള്ള കമാനത്തിൻ്റെ ആകൃതിയിലുള്ള റൂമുകളിലാണ് അലിയോക്കിൻ താമസിച്ചിരുന്നത്. 2 വോൾട്ടഡ് എന്ന് പറഞ്ഞാൽ 2 കമാനത്തിൻ്റെ ആകൃതിയിലുള്ള എന്നാണ്. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബൂർക്കിൻ വെയർ റിസീവ്ഡ് ബൈ എ ചാമ്പർ മെയ്ഡ്. ഇവാൻ ഇവാനിച്ചിനെയും ബൂർക്കിനെയും ഒരു വീട്ടുവേലക്കാരി സ്വീകരിച്ചു. ചാമ്പർ മെയ്ഡ് എന്ന് പറഞ്ഞാൽ വീട്ടുവേലക്കാരി. യു കനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു, ജെന്റിൽമാൻ, സെഡ് അലിയോക്കിൻ, കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹാൾ. അവരുടെ പിന്നാലെ ഹാളിലേക്ക് വന്നുകൊണ്ട് അലിയോക്കിൻ പറഞ്ഞു, നിങ്ങളെ കണ്ടതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവില്ല. അത്രത്തോളം സന്തുഷ്ടനാണ് ഞാൻ. ഐ നെവർ എക്സ്പെക്റ്റഡ് യു. ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെലഗ്വായ, ഹി സെഡ് ടു ദ മെയ്ഡ്, ഗിവ് മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. അദ്ദേഹം വീട്ടുജോലിക്കാരിയോട് പറഞ്ഞു, പെലഗ്വായ, നീ എൻ്റെ സുഹൃത്തുക്കൾക്ക് വസ്ത്രങ്ങൾ മാറാൻ ഒരിടം നൽക്. ആൻഡ് ഐ വിൽ ചേഞ്ച് ടു. അതോടൊപ്പം ഞാനും വസ്ത്രം മാറട്ടെ. ബട്ട് ഐ മസ്റ്റ് ഹാവ് എ ബാത്ത്. ഐ ഹാവിൻ ഹാഡ് വൺ സിൻസ് ദ സ്പ്രിങ്. പക്ഷേ എനിക്കൊന്ന് കുളിക്കണം. വസന്തകാലം തുടങ്ങിയത് മുതൽ ഞാൻ ഒരു തവണ പോലും കുളിച്ചിരുന്നില്ല. വുഡിൻ യു ലൈക്ക് ടു കം ടു ദ ബാത്തിങ് ഷെഡ്? ആ കുളിപ്പുരയിലേക്ക് നിങ്ങളും വരാൻ ആഗ്രഹിക്കുന്നില്ലേ? ആൻഡ് മീൻ വൈൽ അവർ തിങ്സ് വിൽ ബി ഗോട്ട് റെഡി. അതിനിടയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാകും. അലിയോക്കിൻ ലെഡ് ഹിസ് ഗസ്റ്റ്സ് ടു ദ ബാത്തിങ് ഷെഡ്. അലിയോക്കിൻ തൻ്റെ അതിഥികളെ കുളിപ്പുരയിലേക്ക് നയിച്ചു കൊണ്ടുപോയി. യെസ്, ഹി സെഡ്, ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് ഐ ഹാഡ് എ ബാത്ത്. എന്നിട്ട് അലിയോക്കിൻ പറഞ്ഞു, അതെ, ഞാൻ കുളിച്ചിട്ട് കുറേ കാലമായി. മൈ ബാത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ് ആസ് യു സീ.
നിങ്ങൾ കാണുന്നത് പോലെ എൻ്റെ കുളിപ്പുര ശരിയാണ്, അതിന് ഒരു കുഴപ്പവുമില്ല. മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ്. ഞാനും എൻ്റെ അച്ഛനുമാണ് ഇത് നിർമ്മിച്ചത്. ബട്ട് സംഹൗ ഐ ഹാവ് നോ ടൈം ടു ബാത്ത്. എങ്ങനെയാണെങ്കിലും എനിക്ക് കുളിക്കാൻ സമയം കിട്ടാറില്ല. ഹീ സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് ആൻഡ് ലാതേർഡ് ഹിസ് ലോങ് ഹെയർ ആൻഡ് നെക്ക്. അലിയോക്കിൻ സ്റ്റെപ്പിലിരുന്ന് അദ്ദേഹത്തിൻ്റെ നീളമുള്ള മുടിയിലും കഴുത്തിലും പത തേച്ച് പിടിപ്പിച്ചു. ലാദർ എന്ന് പറഞ്ഞാൽ പത തേച്ച് പിടിപ്പിക്കുക എന്നാണ്. ആൻഡ് ദ വാട്ടർ റൗണ്ട് ഹിം ബിക്കെയിം ബ്രൗൺ. അതോടൊപ്പം അദ്ദേഹത്തിന് ചുറ്റുമുള്ള വെള്ളം ബ്രൗൺ കളറായി മാറി, തവിട്ട് നിറത്തിലായി മാറി. ഇവാൻ ഇവാനിച്ച് കെയിം ഔട്ട് ഓഫ് ദ ഷെഡ് പ്ലഞ്ച്ഡ് ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ്. ഇവാൻ ഇവാനിച്ച് ഷെഡിൽ നിന്ന് പുറത്തിറങ്ങി വലിയൊരു ശബ്ദത്തോടുകൂടെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ എടുത്തു ചാടുക എന്നാണ്. ആൻഡ് സ്വാം എബൌട്ട് ഇൻ ദ റെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് ആംസ് ആൻഡ് സെൻഡിങ് വേവ്സ് ബാക്ക്. അതോടൊപ്പം ഇവാൻ ഇവാനിച്ച് തൻ്റെ കൈകളെ വെള്ളത്തിലേക്ക് അടിച്ചുകൊണ്ട് തിരമാലകളെ പിന്നോട്ടാക്കിക്കൊണ്ട് മഴയിൽ നീന്തി കുളിച്ചു. ഹീ സ്വാം ഔട്ട് ടു ദ മിഡിൽ ഓഫ് ദ പൂൾ ആൻഡ് ഡൈവ്ഡ് ട്രൈങ് ടു റീച്ച് ദ ബോട്ടം. അയാൾ കുളത്തിൻ്റെ നടുവിലേക്ക് നീന്തി, എന്നിട്ട് വെള്ളത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഡൈവ് ചെയ്തു, ഊളിയിട്ടു. ആ ഹൗ ഡിലീഷ്യസ് ഹി ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ. ഹൗ ഡിലീഷ്യസ്, ഓ എത്ര സന്തോഷകരമാണ്, എത്ര മനോഹരമാണ് എന്നദ്ദേഹം സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു. ബൂർക്കിൻ ആൻഡ് അലിയോക്കിൻ വെർ ഓൾറെഡി ഡ്രസ്ഡ് ആൻഡ് റെഡി ടു ഗോ, ബട്ട് ഹി കെപ്റ്റ് ഓൺ സ്വിമ്മിങ് ആൻഡ് ഡൈവിങ്. ബൂർക്കിനും അലിയോക്കിനും വസ്ത്രം ധരിച്ചു പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവാൻ ഇവാനിച്ച് നീന്തലും ഡൈവിങ്ങും തുടർന്നുകൊണ്ടേയിരുന്നു. ഡിലീഷ്യസ് ഹീ സെഡ്, ടു ഡിലീഷ്യസ്. ഇവാൻ ഇവാനിച്ച് പറഞ്ഞു, ഓ എത്ര സന്തോഷകരമാണ്, എന്തൊരു മനോഹരമാണ്. യു ഹാവ് ഹാർഡ് ഇനഫ് ഷൗട്ടഡ് ബൂർക്കിൻ. അന്നേരം ബൂർക്കിൻ ഉറക്കെ പറഞ്ഞു, മതി മതി, കുറേ ആയിട്ടുണ്ട്. ദേ വെൻ ടു ദ ഹൗസ്. അവർ അലിയോക്കിനിൻ്റെ വീട്ടിലേക്ക് പോയി. ആൻഡ് ഓൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ് ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ്. മുകളിലത്തെ നിലയിലെ വലിയ സ്വീകരണ മുറിയിൽ വിളക്ക് കത്തിച്ചപ്പോൾ, ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ വിരുന്നുകാരെ സ്വീകരിച്ചിരുത്തുന്ന മുറി എന്നാണ്. ആൻഡ് ബൂർക്കിൻ ആൻഡ് ഇവാൻ ഇവാനിച്ച് ഡ്രസ്ഡ് ഇൻ സിൽക്ക് ഡ്രസ്സിംഗ് ഗ്രൗണ്ട്സ് ആൻഡ് വാം സ്ലിപ്പേഴ്സ്. ഇവാൻ ഇവാനിച്ചും ബൂർക്കിനും സിൽക്ക് ഡ്രസ്സിംഗ് ഗ്രൗണ്ടുകളും കാലിന് ഇളം ചൂട് നൽകുന്ന ചെരുപ്പുകളും സ്ലിപ്പറുകളും ധരിച്ചു. ലോഞ്ച്ഡ് ഇൻ ചെയേഴ്സ്. കസേരകളിൽ അലസമായി ചാരിയിരുന്നു. ആൻഡ് അലിയോക്കിൻ ഹിംസെൽഫ് വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ് ഇൻ എ ന്യൂ ഫ്രോക്ക് കോട്ട് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അലിയോക്കിൻ അവന് തന്നെ തുടച്ച് വൃത്തിയാക്കിയ ഒരു പുതിയ ഫ്രോക്ക് കോട്ട് ധരിച്ച് മുകളിലേക്കും താഴേക്കും നടന്നു. ഡിഡ് ഇവാൻ ഇവാനിച്ച് ബിഗിൻ ഹിസ് സ്റ്റോറി. അന്നേരം ഇവാൻ ഇവാനിച്ച് തൻ്റെ കഥ പറയാൻ തുടങ്ങി. ഈ കഥയുടെ ബാക്കി അടുത്ത ക്ലാസ്സിലൂടെ വിവരിക്കുന്നതായിരിക്കും. മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും ചോദിച്ച് മനസ്സിലാക്കുക.